കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രീമിയർ ലീഗ് മാച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ടോപ്പ് ടീമുകളൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരുന്നു. ആ ഒരു ബാർസലോണ റയൽ മാഡ്രിഡ് തമ്മിലുള്ള ഗ്ലാമർ പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് പ്രീമിയർ ലീഗിലെ ടോപ്പ് ക്ലബുകളൊക്കെ ഊക്ക് വാങ്ങിച്ച ഒരു സംഭവങ്ങൾ. ചില ടീമുകളൊക്കെ എന്തിനോ വേണ്ടി കളിക്കുന്നു, ചില ടീമുകൾ ടോപ്പ് 5 വേണ്ടി കളിക്കുന്നു. അങ്ങനത്തെ രണ്ട് തരത്തിലുള്ള കളികളാണ് ഇപ്പം കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക കളികളും അവസാനിച്ച് 2 എന്ന സ്കോർ നിലയിലാണ്. 2-2 എന്ന സ്കോർ ലൈനിലാണ് സമനിലാവുന്നത്. 2 വിജയിക്കുന്നത്, 2 തോൽക്കുന്നത് എന്നൊരു നിലയിലാണ് കഴിഞ്ഞ മാച്ച് വീക്കിലെ ആ ഒരു ഫുൾ ടൈം സമയത്ത് ആ സ്കോർ ലൈൻ കാണാൻ സാധിച്ചിരുന്നത്. അത് തന്നെ എന്തിനോ വേണ്ടി കളിക്കുന്ന ടീമുകളെന്ന് വെച്ചാൽ ഒന്ന് മറ്റാരുമല്ല ചാമ്പ്യന്മാരായ ലിവർപൂൾ, മറ്റൊന്ന് ടോട്ടാനവും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമാണ്. ഫസ്റ്റ് നമുക്ക് ചാമ്പ്യന്മാരായ ലിവർപൂളിനെ കുറിച്ച്, എൻ്റെ ഫാൻ ക്ലബ്ബായ ലിവർപൂളിനെ കുറിച്ച് തന്നെ പറയാം. കാരണം ആ ഒരു ചാമ്പ്യന്മാരായതിനു ശേഷം ഇപ്പം വരുന്ന ടീമുകൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ ദാനമായി നൽകുന്നത് പോലെയാണ് ഇപ്പോൾ ലിവർപൂളിന്റെ ഓരോ കളികളും. കാരണം ചാമ്പ്യന്മാരായ ഇനിയുള്ള കളികളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. സ്കോഡ് നോക്കിയാൽ ഒരുപാട് റൊട്ടേഷനിലാണ് സ്കോഡിൽ നടക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു കളി കാണുന്ന ഒരു ലിവർപൂൾ ആരാധകൻ എന്ന നിലയ്ക്ക് അതും ഒട്ടും സ്വീകാര്യപ്രദമായ ഒരു റിസൾട്ട് അല്ല ലിവർപൂളിന്റെ അടുത്ത് നിന്നും കാണുന്നത്. കാരണം 30 വർഷത്തിന് ശേഷമൊക്കെയാണ് അന്ന് 2019 ആ പ്രീമിയർ ലീഗ് കിരീടം തൂക്കുന്നത്. അന്ന് സ്വന്തം കാണികളില്ലായിരുന്നു, ഓക്കെ, അതൊക്കെ സമ്മതിക്കാം. പക്ഷെ എങ്കിലും ഈ ഒരു നിസ്സാരമായിട്ടാണ് ഓരോ കളികളും ലിവർപൂൾ ഇപ്പോൾ നോക്കിക്കാണുന്ന ഓരോ കളികളിൽ ആ റിസൾട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ലിവർപൂൾ ആർസണൽ മത്സരത്തിന്റെ ഇടയ്ക്ക് ട്രെൻഡിനെ ഒരു കൂവിയ ഒരു ഇൻസിഡന്റ് വന്നു. ട്രെൻഡ് ആ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറങ്ങിയ സമയത്ത് ലിവർപൂളിന്റെ ആരാധകർ ബൂ ചെയ്യുന്നുണ്ട് ട്രെൻഡിനെ. അതും ഒട്ടും മോശമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കല്ല, കാരകർ എന്ന് വെച്ചാൽ ട്രെൻഡിനെ ഒരേ സമയത്ത് പഴി പറഞ്ഞ ഒരാളാണ്. കാരണം ഇതേപോലെ ഒരു ബോയ്ഹുഡ് ക്ലബിനെ 10 കൊല്ലത്തിന് ശേഷമൊക്കെ ആ ക്ലബിനെ വിട്ട് മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറി പോകുന്നത് കാരകർ വരെ നിരന്തരം വിമർശിച്ചൊരു ആളായിരുന്നു. പക്ഷെ കാരകറിന് പോലും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു മെയിൻ കളിക്കിടയ്ക്കാണ് സ്വന്തം ആരാധകർ ട്രെൻഡിനെ കൂവിയിരുന്നത്. അതൊരു ഒട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ട ഒരു കാര്യമല്ല ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതൊരു പ്ലെയറിന്റെ ഒരു വ്യക്തിപരമായ തീരുമാനമാണ് ഏത് ക്ലബിൽ തുടരുമെന്നുള്ളത്. പക്ഷെ ട്രെൻഡ്, അതും എനിക്കായിരുന്നാലും അതിനോട് താല്പര്യമില്ല. പക്ഷെങ്കിലും അത് സ്വന്തമായ ഒരു വ്യക്തിപരമായ താല്പര്യമാണ്. അപ്പം ട്രെൻഡ് അത് മറ്റൊരു ക്ലബിൽ ചേർക്കി പോകുന്നു. പക്ഷെ ലിവർപൂൾ ആരാധകർ കാണിച്ചത് ഒട്ടും ഒരു മോശമായ ഒരു ഇൻസിഡന്റ് ആണ് ആ കളിക്കിടയിൽ കാണിച്ചത്. അങ്ങനെ ലിവർപൂൾ 2-2 സമനിലയാണ് പിരിയുന്നത്. 83 പോയിന്റാണ് ലിവർപൂളിനുള്ളത്. ഇനിയിപ്പം ലിവർപൂളിന് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല, ചാമ്പ്യന്മാരാണ്. ആ ഒരു രീതിക്കായിരിക്കാം ലിവർപൂൾ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി, നിലവിൽ ടോപ്പ് 5 ബാറ്റിലുള്ള ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. എന്നാൽ പ്രീമിയർ ലീഗിൽ ആദ്യമേ തന്നെ റിലേഗേറ്റഡ് ആയ ഒരു ടീമാണ് സതാംപ്ടന്റെ ഹോം ഗ്രൗണ്ടിൽ സമനിലയിൽ കുരുങ്ങിയിരിക്കുകയാണ്. നിലവിൽ നോക്കുകയാണെങ്കിൽ ആർസണൽ സഹിതം ടോപ്പ് 5 ബാറ്റിലുണ്ട്. കാരണം ആർസണലിന് അടുത്ത് വരാൻ പോകുന്ന മാച്ചുകളെന്ന് നോക്കിയാൽ ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടും മറ്റൊന്ന് ന്യൂകാസ്റ്റലുമായിട്ടാണ് മത്സരം. തികച്ചും കടുപ്പമേറിയ മത്സരമാണ് ആർസണലുണ്ട്. ആർസണൽ ഇപ്പോൾ നോക്കിയെങ്കിൽ 68 പോയിന്റുമായി 2ാം സ്ഥാനത്താണ്. അപ്പോൾ ആർസണലിലും നിലവിൽ സ്ഥിതി അത്ര എളുപ്പമല്ല. കാരണം 2 കളിയും മിക്കവാറും പോയിന്റുകൾ നേടണം, എങ്കിൽ മാത്രമേ ആർസണൽ ടോപ്പ് 5 നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം മാൻ സിറ്റി നോക്കുകയാണെങ്കിൽ മാൻ സിറ്റി യഥാർത്ഥത്തിൽ 65 പോയിന്റുമായി 4ാം സ്ഥാനത്താണ് ഉള്ളത്. കഴിഞ്ഞ കളിയിൽ സതാംപ്ടനുമായി സമനിലയിൽ കുരുങ്ങി, അതും റിലേഗേറ്റഡ് ആയ ഒരു ടീമുമായി സമനിലയിൽ കുരുങ്ങിയിട്ടുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ സിറ്റി, ആസ്റ്റൺ വില്ല, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ചെൽസി, ന്യൂകാസ്റ്റൽ, ഈവൻ ആർസണൽ വരെ ഒരു ടോപ്പ് 5 റേസിന് വേണ്ടിയാണ് ഇപ്പം ഈ വരുന്ന 2 മാച്ചുകൾ നോക്കിയാലും ടോപ്പ് 5 വേണ്ടിയാണ് ഈ ടീമുകളൊക്കെ പോരാടുന്നത്. അപ്പം മാൻ സിറ്റിയെ സംബന്ധിച്ചൊരു തോൽവിക്ക് സമാനമായ ഒരു സമനിലയാണ് കഴിഞ്ഞ പ്രാവശ്യം സതാംപ്ടനുമായി വഴങ്ങേണ്ടി വന്നത്. മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ന്യൂകാസ്റ്റൽ യുണൈറ്റഡിനോട് ചെൽസി 2-0 തോറ്റിട്ടുണ്ട്. ചെൽസി അതുപോലെ തന്നെ 63 പോയിന്റുമായി 5ാം സ്ഥാനത്താണ്, ടോപ്പ് 5 പക്ഷേ എങ്കിലും തൊട്ട് പുറകിലായിട്ട് ആസ്റ്റൺ വില്ല അതേ പോയിന്റുമായി 6ാം സ്ഥാനത്തുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 7ാം സ്ഥാനത്തുണ്ട്. അപ്പം ഈ 2 ടീമുകളും എപ്പോൾ വേണമെങ്കിലും ചെൽസിയെ ഓവർകം ചെയ്യാം. ചെൽസിക്ക് അടുത്ത് വരുന്ന കളികളെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടും അതുപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ടാണ് ചെൽസിക്ക് അടുത്ത് കളികൾ വരുന്നത്. അപ്പോൾ ചെൽസിക്കും ഇനി ടോപ്പ് 5 വേണ്ടിയുള്ള ബാറ്റിംഗാണ് ചെൽസിക്ക് നടക്കുന്നത്. മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, നിലവിൽ യൂറോപ്പ ലീഗിലെ ഫൈനലിസ്റ്റുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ടോട്ടാനവും. പക്ഷേ യൂറോപ്പ ലീഗിൽ പുലികളായിരിക്കാം, പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് വരികയാണെങ്കിൽ വെറും തല്ലുകൊള്ളികളെന്ന് വേണം പറയാൻ. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിലാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-0 എന്ന സ്കോർ ലൈനിൽ തോൽക്കുന്നത്. ഒരു 59 വർഷത്തിന് ശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്
ഒരു സീസണിൽ ഒരു 17 കളികൾ തോൽക്കുന്നത് 51 വർഷത്തിന് ശേഷമാണ്. ആംബ്രോയിനെ സംബന്ധിച്ച് തികച്ചും ഒരു മോശമായ സീസൺ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് തികച്ചൊരു മോശമായ സീസണാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിലവിൽ 16ാം സ്ഥാനത്താണ് ഉള്ളത്, ടോട്ടനം 17ാം സ്ഥാനത്താണ്. അപ്പം ഇരുവരും തമ്മിലാണ് യൂറോപ്യൻ ലീഗിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അതിൽ ഒരു ടീം നെക്സ്റ്റ് സീസണിൽ ചാമ്പ്യൻ ലീഗിൽ വരാം. തികച്ചും സത്യം ചിരി വരുന്നു ആ സന്ദർഭം നോക്കും. കാരണം ആ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ 16, 17 കഷ്ടിച്ച് റെലിഗേറ്റഡ് 3 ടീമുകൾ ഓൾറെഡി റെലിഗേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു റെലിഗേറ്റഡ് പോയിന്റ് നോക്കിയാൽ അതിന്റെ ബോട്ടം ടോപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ 4ാമതോ 5ാമതാണ് ടോട്ടനവും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത്. അതിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ കളിയിൽ വെസ്റ്റ് ഹാമുമായിട്ട് 2-0 തോറ്റത്. ഊക്ക് വാങ്ങിച്ചതെന്ന് വേണം പറയാം. കാരണം നിലവിൽ യൂറോപ്പ ലീഗിലെ പുലികളായിരിക്കാം, പക്ഷെ പ്രീമിയർ ലീഗിൽ തല്ലുകൊള്ളികളാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പം യൂറോപ്പ ലീഗിൽ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാഫുകൾക്ക് അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റാഫുകൾക്കുമുള്ള ആ ഒരു യൂറോപ്പ ലീഗ് ഫൈനലിന്റെ ആ ഒരു ചിലവുകൾ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരുമെന്ന് ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. തികച്ചും അത് ഒരു ക്ലബിന് ചേർന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സമയത്ത് ഒരു ഐക്യമായി പോകേണ്ട സമയത്ത് മാനേജ്മെന്റ് വേറെ അതുപോലെ തന്നെ ഓണേഴ്സ് വേറെ എന്ന രീതിക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു പോക്ക്. തികച്ചും ഇതേപോലത്തെ ഒരു സ്പോർട്സ് ക്ലബിന് ചേർന്ന ഒരു കാര്യമല്ല ആ ഒരു റിപ്പോർട്ട് നിന്ന് പുറത്തു വരുന്നത്. നിലവിൽ നോക്കുകയാണെങ്കിൽ ആംബ്രോന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് ആ യൂറോപ്പ ലീഗിന്റെ ഫൈനലിലേക്കുള്ള സ്റ്റാഫുകളുടെ ചെലവുകൾ നൽകേണ്ടി വരുമെന്ന പുറത്തു വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത്രയ്ക്കും നിർഗുണ ടീമായി പോയി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് വേണം പറയാൻ. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ടോട്ടനവും സ്ഥിതി അത്ര മോശമല്ല. ടോട്ടനം ഇപ്പം ക്രിസ്റ്റൽ പാലസിനോടാണ് 2-0 തോറ്റിരിക്കുന്നത്. നിലവിൽ 17ാം സ്ഥാനത്താണ് ടോട്ടനം ഉള്ളത്. റിലേഗേറ്റഡ് പോയിന്റിൽ നിൽക്കുന്ന ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എന്താ പറയാം, യൂറോപ്പിൽ പുലികളാണ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെയിം അവസ്ഥയാണ് ടോട്ടനമിന് പ്രീമിയർ ലീഗിലുള്ളത്. പോസ്റ്റോഗ്ലോവിന് ഈ സീസണിനോടെ അദ്ദേഹം ടോട്ടനത്തിന് ടാറ്റ പറഞ്ഞ് പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലാണ് മാനേജർ ഉള്ളത്. മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ സീസണിന്റെ ഒരു പകുതിയോളം 3ാം സ്ഥാനത്തുണ്ടായിരുന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലെസ്റ്റർ സിറ്റിയുമായി റെലിഗേറ്റഡ് ആയിട്ടുള്ള ലെസ്റ്റർ സിറ്റിയുമായി 2-2 എന്ന സമനിലയാണ് പിരിഞ്ഞിട്ടുള്ളത്. തികച്ചും ഒരു നല്ലൊരു സീസണിലൂടെയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കടന്നുപോയത്. പക്ഷെ അവസാന നിമിഷം കിതച്ചുകൊണ്ട് ബാക്കിലോട്ട് പോയി. ഇപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ 8ാമത്തെ സ്ഥാനത്താണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഉള്ളത് 62 പോയിന്റുമായി. 7ാമത്തെ സ്ഥാനത്താണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഉള്ളത്. അവർക്കിനി 2 കളികളുണ്ട്. ഒന്ന് ചെൽസിയുമായിട്ട് കളികളുണ്ട്, അതുപോലെ ആസ്റ്റൺ വില്ലയുമായിട്ട് ഒരു കളി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഉണ്ട്. അപ്പം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് അതുപോലെ തന്നെ ടോപ്പ് 5 തിരിച്ചു വരേണ്ട ഒരു ബാറ്റിലാണ് ഇനിയിപ്പോൾ ഈ വരുന്ന 2 മാച്ച് വീക്കുകളും. അങ്ങനെ സൂപ്പർ മാച്ചിലാണ് ഒരു സൂപ്പർ മാച്ച് എന്ന് വെച്ചാൽ ടോപ്പ് ടീമുകളൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത മാച്ചുകളാണ് ഈ മാച്ച് വീക്ക് കഴിഞ്ഞു പോയത്. അത് തന്നെ മറ്റൊരു സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ മെയിൻ സ്ട്രൈക്കർ ടൈവോ ഐവോനി അദ്ദേഹം കഴിഞ്ഞ ലെസ്റ്റർ സിറ്റിയുമായിട്ടുള്ള മാച്ചിൽ ഒരു പരിക്ക് പറ്റി പുറത്തു പോയിരുന്നു. ഇപ്പോൾ സർജറിക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ ഒരു കോമ സ്റ്റേജിലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അദ്ദേഹത്തിന് സ്പീഡി ആയിട്ടുള്ള റിക്കവറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ നില കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരെയും നമസ്കാരം.